സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇടതുപക്ഷം ഈ നാട്ടിൽ നിന്നും മാറിയിട്ട് ഇന്നിപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്ന ഭരണപക്ഷം ആരാണ്? UDF ആണ്. UDF ആണോ BJP ആണോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. അതിനെ ഒരുമിച്ച് നമുക്ക് ഈ പറയുന്ന BJP UDF സഖ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ UDFും BJPയും കൂടി ഒരുമിച്ച് ഡീലായിരുന്നുവെന്ന് നമ്മൾ മുൻപ് തന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും, ബുദ്ധിയുള്ള ജനങ്ങൾ, തലയിൽ തലച്ചോറുള്ള ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ കാവിക്കളസവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന UDF അധികാരത്തിൽ വരികയും ആ വന്ന അധികാരത്തിലിരിക്കുന്ന UDFിൽ പൂക്കിയ മുഖ്യമന്ത്രി കാവിക്കളസവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിനെ വിറ്റുകൊടുക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. അത് പലയിടങ്ങളിലായിക്കോട്ടെ, എല്ലാ ഇടങ്ങളിലും ഇവരുടെ ഒരു കാവിക്കളസവൽക്കരണം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട് നമുക്കറിയാം. PM ശ്രീയിൽ ഒപ്പിട്ടത് മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്തത്, അതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പറയുകയും പിന്നീട് ഈ പറയുന്ന നമ്മുടെ പാഠ്യ പദ്ധതിയിൽ കേന്ദ്രത്തിലെ കുറേ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന സംഘപരിവാർ അംഗങ്ങളുടെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ എന്താ പറയുക, സവർക്കറെ പോലെയൊക്കെയുള്ള കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ചരിത്രങ്ങളെല്ലാം കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണം, ചരിത്രത്തിൻ്റെ ഏടുകൾ തിരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്ന സമയത്ത് അവരുടെ ആവശ്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇതായിരുന്നില്ല നിങ്ങളുടെ ആവശ്യം, വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിട്ടത്. ഇനി എന്തായാലും ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല. PM ശ്രീ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുകയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ നാടിനെ വിറ്റ് കുട്ടിച്ചോറാക്കിയിട്ടുള്ള ഒരു തുകയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കുട്ടികൾ സത്യം പഠിക്കണം. അത് ചരിത്രമായാലും എന്താണെന്നുണ്ടെങ്കിലും കുട്ടികൾ പഠിക്കേണ്ടത് ശരിക്കുമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയും കുട്ടികളെ വഴിതെറ്റിച്ച് വിടുന്ന ആ ഒരു പാഠ്യ പദ്ധതി ചേഞ്ച് ചെയ്യുന്നതിൽ, അല്ലെ വിഷയം ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ തയ്യാറല്ല, അല്ലെ മുന്നിലേക്ക് നിൽക്കുന്നില്ല എന്നാണ് അവരുടെ നിലപാടുണ്ടായിരുന്നത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഈ കാര്യങ്ങളിലെല്ലാം എന്താ പറയുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ സംഘികൾക്ക് മെഴുകാൻ വേണ്ടിയിട്ടൊരു കളം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് സംഘികൾക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ പച്ച പിടിക്കണം, അല്ലെ സംഘികൾക്ക് എങ്ങനെയെങ്കിലും കയറി വരണമെന്നായിരുന്നു അവരുടെ മെയിൻ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു വാർത്ത കണ്ടത്. അതായത് MG സർവകലാശാലയിലെ സെനറ്റിൽ 19 പേരും സംഘപരിവാറിൽപ്പെട്ട, അല്ലെ സംഘപരിവാറിലെ അണികളാണെന്നുള്ളത്. നമുക്കറിയാം ഗവർണറും SFIയിലെ പിള്ളേരും, അല്ലെ DYFIയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയിലും മറ്റ് പലയിടങ്ങളിലും ഗവർണർ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഗവർണർ പറയുകയാണ്, ഈ സർവകലാശാലകളിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ജാതീയ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് SFIയിലെയും DYFIയിലെയും ഒക്കെ മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള പിള്ളേർ അതിവിടെ നടക്കില്ല, ഗവർണറിൻ്റെ മെഴുകലൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ പോയി എടുത്താൽ മതി, അല്ലെ നിങ്ങളുടെ UPയിലും ബീഹാറിലും എടുത്താൽ മതി, കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല, അല്ലെ കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയും ഗവർണർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഗവർണറിനെ തടയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഭരണം മാറിയ സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? അതേ ഗവർണറിന് നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഇവിടെ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ MG സർവകലാശാലയിൽ അവരുടെ അയ്യരുകളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നിവാസങ്ങളും കാണിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന 30 പേരിൽ 19 പേരെയും നിയമിച്ചിരിക്കുന്നത് സംഘപരിവാറിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ അണ്ടറിൽ തന്നെ 20-30 MLA മാരുണ്ട് ഈ പറയുന്ന ഇതേ കോൺഗ്രസിൻ്റെ പാർട്ടിയിലുള്ളത്. എന്നാൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് പോലും അവിടെ ഒന്ന് കയറി ഭരിക്കാനായിട്ടോ അല്ലെ അധികാരത്തിൽ വരാനായിട്ടോ സാധിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ സംഘപരിവാർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ VD സതീശൻ എന്ന് പറയുന്ന വടശ്ശേരി ദാമോദരൻ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഈ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സംഘി ചായ്വ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഞാൻ നിങ്ങളെ ഒരു വാർത്ത കാണിച്ചു തരാം. ആ വാർത്ത കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോകാം. സർവകലാശാലയിൽ മാത്രമല്ല വിനീത, നേരത്തെയും RSS വൽക്കരണം വ്യാപകമായി ഗവർണർ നടപ്പിലാക്കുന്നു എന്നുള്ളത് പൊതുവിൽ ഇടതുപക്ഷവും CPIM എല്ലാം മുന്നോട്ട് വെച്ചിരുന്നു. അതിശക്തമായ പ്രതിഷേധവും അന്ന് ഗവർണർക്കെതിരെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അതിനോട് പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടായിരുന്നു VD സതീശൻ സ്വീകരിച്ചിരുന്നത്. സർക്കാർ ഗവർണർ പോര് അത് ചക്രത്തി പോരാണ് എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. മറ്റ് വാർത്തകൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് CPIM ഗവർണറും തമ്മിലുള്ള ഈ യുദ്ധം എന്ന് പറഞ്ഞു.
ഇനിയിപ്പോൾ ഇതിൽ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ സർവകലാശാലകളെ മാത്രമല്ല, ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമല്ല, നേരത്തെ ലോക് ഭവനിലും ഇതുപോലെ ആ ഭാരതാംബയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിവാദം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. ഗവർണർ അവരുടെ പ്രത്യയശാസ്ത്രം അപ്പാടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നു എന്ന വിമർശനമാണ് ഇത്രയും കാലം CPIM-ഉം അതുപോലെ DYFI-യും SFI-യും പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും പറഞ്ഞത്. ഇതിപ്പോഴിതാ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ആദ്യമായി കൊടുത്ത MG സർവകലാശാലയിലെ 19 അംഗ സെനറ്റിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി BJP RSS പശ്ചാത്തലം ഉള്ളവരാണ് എന്നതാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മളവിടെ കാണുന്നത്. അതായത് RSSന്റെ ഒരു തറവാടായിട്ട് MG സർവകലാശാലയെ മാറ്റാൻ വേണ്ടിയിട്ട് 30 പേരിൽ 19 പേരെയും അത് സംഘപരിവാറിൻ്റെതായിട്ടുള്ള അണികളെ അവർ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് VD സതീശന് പറയാനുള്ളതെന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ ഒരു രീതിയിൽ നിയമനം ഉണ്ടായിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മെഴുകാനായിട്ട് കുറച്ച് സംഖ്യകൾ കേരളത്തിൽ വന്നിട്ട് നല്ല രീതിയിൽ നിലയുറപ്പിക്കുമ്പോൾ അതിലെന്താണ് VD സതീശൻ പറയാൻ പോകുന്നത്? ഒന്നും പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം മിണ്ടാതെ തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം കൂടി ഒരുമിച്ച് കളിക്കുന്ന കളിയുടെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: എത്ര വേഗത്തിലാണ് RSS അതിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതെന്ന് നോക്ക്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വന്ന് 1 മാസം തികയുന്നതിന് മുൻപേ MG യൂണിവേഴ്സിറ്റി സെനറ്റിൽ BJP ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 30-ൽ 19 അംഗങ്ങളും BJP RSS നേതാക്കൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോണിൻ്റെയും മുഖ്യമന്ത്രി ദാമോദര മേനോൻ സതീശൻ്റെയും മൂക്കിന് താഴെ ഇരുന്നാണ് ഗവർണർ ഈ കാവ്യവൽക്കരണം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, MSF സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ MLA-മാരായി ഉള്ള സർക്കാരിന് കീഴിലാണ് ഈ കാവ്യവൽക്കരണം നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആൾ NSU ദേശീയ നേതാവായ ആളാണെന്ന് ഓർക്കണം. ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു ചെറിയ അനക്കം പോലും ഈ കാവ്യവൽക്കരണത്തിനെതിരെ ഇല്ല എന്നതാണ് രസകരം. പുതുതായി വരുന്ന സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വടശ്ശേരി ദാമോദരൻ മേനോൻ മകന് ഇതിൽ പ്രതികരിക്കാൻ സാധിക്കുക? കാരണം ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളെന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും കേരളത്തിനെ വിൽക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ കൂടി തന്നെയാണ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ VD സതീശനെ വിജയിപ്പിച്ച് വിട്ടുകൊണ്ട് ഭരണമാറ്റം വേണം, പിണറായി വിരുദ്ധത ഇവിടെ വേണ്ട, പിണറായി വിരുദ്ധതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയിരുന്ന ആളുകൾ ഇന്നിനി എന്താണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കേൾക്കണം. എന്തായാലും ഇതിലൊന്നും മാധ്യമങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, മാധ്യമങ്ങൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും പ്രതികരിക്കേണ്ടതായിട്ടില്ല. ഒരു കാര്യങ്ങളിലും മാധ്യമങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുപറ്റി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇന്ന് സത്യങ്ങൾ മാത്രമേ പറയൂ എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ മുൻപിൽ കാണുന്നതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഈ പറയുന്ന വായുവിൽ നിന്ന് എടുത്തേ പറയുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അന്തിച്ചർച്ചകളില്ലെന്നേ. ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ വിളിച്ചിരുത്തിക്കൊണ്ടോ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ടോ ഒന്നും ഇവർ ചർച്ചകൾ നടത്തുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവർ എല്ലാവരുമായിട്ടും, അതായത് ഈ കോൺഗ്രസുമായിട്ടും നല്ല രീതിയിൽ ഇവർക്കും ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓരോ നിയമനത്തിലും, അല്ലെങ്കിൽ സംഘികൾ ഇവിടെ വന്നിട്ട് കാവ്യകളസവൽക്കരണം നടത്താനായിട്ട് ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ! കേരളത്തിനെ മാറ്റം വേണം, പിണറായി വിജയൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിനെ വിറ്റ് കാശാക്കാൻ നിൽക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കേരളത്തിൻ്റെ താക്കോല് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊരു കാര്യം വളരെ വസ്തുതാപരമാണ്, അല്ലെങ്കിൽ വളരെ ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റായി പോയി എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാൻ പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി എല്ലാം അറിയാം. ജനങ്ങൾ തന്നെ ഇപ്പം തന്നെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആയിപ്പോയി, അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി, നല്ല ജനങ്ങൾ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ നിലപാടുകളുടെ രാജകുമാരനാണെന്നൊക്കെ പലരും പറയാറുണ്ട്. എനിക്ക് അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം നിലവാരം എന്താണെന്ന് പോലും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി.
ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീയെ പറ്റി നമ്മൾ പറഞ്ഞു. PM ശ്രീയിൽ അവരുടെ കാവ്യകളസവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയും നമ്മുടെ മുഖ്യമന്ത്രിയും, ആണത്തമുള്ള നട്ടലാരുടെയും മുന്നിൽ പണയം വെക്കാത്ത, നട്ടലാരുടെയും മുന്നിൽ വളയ്ക്കാത്ത ഒരു മനുഷ്യൻ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ പിണറായി വിജയനും വി ശിവൻകുട്ടിയും എല്ലാവരും ആ ഒരു കാര്യം പറഞ്ഞതിന് പിന്നാലെ ഒരുപാട് ആളുകൾ, ഈ കോൺഗ്രസ്സിലുള്ള ആളുകൾ, ഇവർ ഒപ്പിട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വന്നു. വി ഡി സതീശനും അന്നത്തെ പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ, അതായത് ഇവരെന്തിനാണ് ഒപ്പിട്ടത്, ഇവർ സംഘികൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, LDF അങ്ങനെയാണ്, സംഘികളുമായിട്ട് സഖ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു കരാറ്, ഇടതുപക്ഷം ഒപ്പിട്ട് കൊടുത്ത കരാർ ഇടതുപക്ഷം തന്നെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളുകയും ചെയ്തു. അതിനി അതിനൊരു വാല്യൂ ഇല്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഒരു പേപ്പറിന് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് UDF രംഗത്തേക്ക് വരുന്നത്. ഇന്ന് UDF അതുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഫണ്ട് UDFന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് അതിലുള്ള അണികളൊക്കെ പറയുന്നത് അത് ഹറാമല്ല ഹലാലാണെന്നാണ്. എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാമേ. ഇരട്ടത്താപ്പ് ഞാൻ കാണിച്ചു തരാം. PM ശ്രീയിൽ കേന്ദ്ര സർക്കാർ നിബന്ധനകൾ മറികടക്കാം എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യ പദ്ധതി നിർബന്ധമില്ല. SCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ മതിയാകും. നിബന്ധനകൾ പാലിക്കേണ്ടി വരിക PM ശ്രീ ബോർഡിൽ മാത്രമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യമാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു. ഹാൻഡ് ഡൗൺ ചെയ്യുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹാൻസ് റിപ്പോർട്ടിംഗ്. ഇതിപ്പോ ഇത് തന്നെയല്ലേ കഴിഞ്ഞ സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്? അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ സർക്കാരും പറഞ്ഞത്, അല്ലെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്. കേന്ദ്ര നിബന്ധന പ്രകാരം പാഠ്യ പദ്ധതി മാറ്റേണ്ടി വരില്ല. NCERT ടെക്സ്റ്റ് ബുക്കുകൾ സംസ്ഥാനത്തെ സ്കൂളുകൾ അഥവാ PM ശ്രീ സ്കൂളുകളാക്കി മാറ്റുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരില്ല. SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിപ്പിച്ചു. PM ശ്രീയിൽ കേന്ദ്ര സർക്കാർ നിബന്ധനകൾ മറികടക്കാം എന്ന് കണ്ടില്ലേ? അന്ന് ഒപ്പിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഒപ്പിടുന്ന സമയത്ത് ഇവർ മുന്നോട്ട് വെച്ച ആശയം, ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ആശയം, ഇടതുപക്ഷ സർക്കാർ ഈ സ്കൂളുകളിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ, സ്കൂളിൻ്റെ വികസനങ്ങളിൽ മാറ്റമുണ്ടാക്കും, പക്ഷേ പാഠ്യ വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കില്ല. അതിൽ ശ്രമിക്കുന്ന ആളുകളെ അതിനെ അംഗീകരിക്കത്തുമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാവത്തുമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഇത് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംഘികളുടെ പഠനങ്ങൾ അല്ലെങ്കിൽ പാഠ്യ വിഷയങ്ങളിൽ മാറ്റം വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞ ഭരണപക്ഷത്തല്ല പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ. പ്രതിപക്ഷത്തിരുന്ന ആരാണ്? ഇന്നത്തെ വി ഡി സതീശനടക്കമുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. എന്നാൽ ഇന്ന് ഈ ഒരു സെയിം, അന്ന് എന്താണോ വി ശിവൻകുട്ടിയും ആ പാർട്ടിയിലുള്ള ആളുകളും പറഞ്ഞത്, അതേ കാര്യം തന്നെയാണ് ഇന്ന് ഈ പറയുന്ന കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ അന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുകളും അല്ലെങ്കിൽ സിലബസിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല, സിലബസ് പഴയ സിലബസിൽ തന്നെ പഠിപ്പിക്കും, ഈ വികസനത്തിൽ മാത്രം മാറ്റം ഉണ്ടാവാനാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നാണ്. അത് പറഞ്ഞപ്പോൾ അന്ന് വലിയ രീതിയിൽ മെഴുകി, വലിയ വിപ്ലവം ഉണ്ടാക്കി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കോൺഗ്രസ് ഇന്ന് അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പഠന വിഷയങ്ങളിൽ മാറ്റമൊന്നുമില്ല, എന്നാൽ PM ശ്രീ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും, അല്ലെങ്കിൽ PM ശ്രീയായിട്ട് തന്നെ നമ്മൾ മുന്നിലേക്ക് പോകുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ അന്ന് ഹറാമായിരുന്നവർക്ക് എങ്ങനെ ഇന്നിത് ഹലാലായി എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പലരും പറഞ്ഞ് മെഴുകുന്ന വി ഡി സതീശനടക്കമുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന പരിപാടിക്ക് എന്താണ് പേര് പറയുക, അല്ലെങ്കിൽ എന്ത് പേരിൽ വിളിക്കണമെന്നുള്ളത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക. എന്തായാലും ഇതുപോലെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ ആയിട്ട് ഞാനത് കാണാം, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. അതുവരെ കാത്തിരിക്കുക. ഓക്കെ, ബൈ.